അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ ഈ മുറ്റത്തിൻ്റെ കോലം കടലിങ്ങൾ അപ്പോൾ ഇതൊക്കെ ഞാനൊന്ന് വൃത്തിയാക്കി എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ എന്തായാലും എല്ലാവരും വീഡിയോ ഒന്ന് കണ്ടോക്കി. വീഡിയോ കണ്ടിട്ട് വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ഒക്കെ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇന്നലെ മിഞ്ഞാന്ന് കേട്ടേ മഞ്ഞൾ പറിച്ച് കൊണ്ടുവന്നിട്ട് പുഴുങ്ങണ പരിപാടിയൊക്കെ ആയിരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോസൊക്കെ ഞാൻ കാണിച്ചിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ 2 ദിവസമായിട്ട് ഈ മുറ്റം അടിച്ച് കയറിയിട്ട് അപ്പോൾ ഇന്ന് മഞ്ഞൾ പുഴുങ്ങി എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പം എന്നാൽ മുറ്റം വൃത്തിയാക്കാൻ വിചാരിച്ചു. അപ്പോൾ 2 ദിവസം മുന്നേ ഞാൻ കുറച്ചധികം വിറക് ഇവിടെ കൊണ്ടുവന്നിട്ടായിരുന്നല്ലോ. അപ്പോൾ ഇത് നമ്മളെ വിറക് വരെ താഴെയുണ്ട്. അപ്പോൾ അവിടെ അടുക്കണം എന്നുണ്ടെങ്കിൽ ചെറുതായിട്ടൊരു ഇറക്കം ഇങ്ങനെ ഇറങ്ങി അങ്ങോട്ട് പോണേ. അപ്പോൾ അമ്മയ്ക്ക് അത് ഗതികേടാണ് ഇങ്ങനെ കയറി ഇറങ്ങി അവിടെ കൊണ്ടുപോയി ഇടണത്. അപ്പോൾ ഞാൻ എന്ത് വിചാരിച്ചു, ഇന്നെന്നാൽ ആ വിറകൊക്കെ അങ്ങോട്ട് കൊണ്ടുപോയിടാൻ വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇന്നൊരു കല്യാണം ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് രാവിലെ മാമൻ്റെ വീട്ടിൽ വണ്ടൂരായിരുന്നു. അപ്പോൾ ആ കല്യാണത്തിനൊക്കെ പോയി വന്നതിന് ശേഷമാണ് പിന്നെ ഞാൻ ഈ മുറ്റൊന്ന് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഈ വിറകൊക്കെ എടുത്തിട്ട് ഞാൻ അവിടെ വിറകിൻ്റെ അടുത്ത് കൊണ്ടുപോയിട്ടാൽ പിന്നെ അമ്മ അവിടെ നിന്നിട്ട് അങ്ങനെ അടുക്കിക്കോളും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് വിറകൊക്കെ അവിടെ കൊണ്ടുപോയിടട്ടെ. അപ്പോൾ നല്ല ക്ഷീണമുണ്ട് കേട്ടോ ഇന്ന്, കാരണം രാവിലെ പോയിട്ട് ഇപ്പോൾ വന്നിട്ടേ ഉള്ളൂ. ഒരു 4 മണിയൊക്കെ ആയിട്ടുണ്ട് വന്നപ്പോൾ. അപ്പോൾ ഇന്നിപ്പോൾ ഇത് വൃത്തിയാക്കില്ലാന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് 2-3 ദിവസം കുറച്ച് തിരക്കാണ്. പോസ്റ്റ് ഓഫീസ് ഉണ്ട്. അപ്പോൾ പിന്നെ ഇതിവിടെ അങ്ങനെ അല്ലെങ്കിൽ പിന്നെ നന്ന് രാവിലെയൊക്കെ നീച്ചെടുക്കണം, അല്ലെങ്കിൽ വൈകുന്നേരം വന്നിട്ടാണെങ്കിലും എടുക്കണ്ടേ. അപ്പോൾ ചൂടോടെ തന്നെ അതാണ് കഴിച്ചിട്ടുണ്ടെങ്കിൽ അതാണ് കഴിഞ്ഞോളും വിചാരിച്ചിട്ട് എന്തായാലും വിറക് കൊണ്ടുപോകൽ മാത്രം കേട്ടോ, മുറ്റടിക്കൽ നിർബന്ധമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചിരുന്ന വിറകും കൂടെ അവിടെ കൊണ്ടുപോയിടാന്നുള്ളത്. അപ്പം അങ്ങനെ സത്യം പറഞ്ഞാൽ അത് പാടത്ത് നിന്ന് ഇങ്ങോട്ട് ഏറ്റിക്കൊണ്ടിരുന്നേക്കാളും ബുദ്ധിമുട്ടാണ് ഈ വിറകെടുത്തിട്ട് വിറകരേൻ്റെ അങ്ങോട്ട് വെക്കണത് കേട്ടോ. കാരണം പാടത്ത് നിന്ന് നമുക്ക് കെട്ടി തലയിൽ വെച്ച് ഇങ്ങോട്ട് പോന്നാൽ മതി. പക്ഷെ ഇവിടുന്ന് അങ്ങോട്ട് കുറച്ച് വാരി കൊണ്ടുപോകുമ്പോഴേ ഭയങ്കര ഗതികേടാണ്. ചെറുതായിട്ടൊരു ഇറക്കമല്ലേ, വലിയൊരു ഇറക്കമൊന്നുമല്ല, ചെറിയൊരു ഇറക്കമാണ്. പക്ഷെ എന്നാലും അത്ര അധികം യാത്രയൊക്കെ ചെയ്ത് വന്നുകൊണ്ട് തന്നെ ഭയങ്കര ക്ഷീണമായിരുന്നു കേട്ടോ. അപ്പോൾ പിങ്കൂസ് കണ്ടിങ്ങളെ കൂട്ടക്കൂടെ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിക്കുന്നത് കാണില്ലേ. കൂടൊക്കെ ആകെ പൊളിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഒരു നെറ്റൊക്കെ വാങ്ങി അവിടെ അടിച്ച് ക്ലിയർ ആക്കണം. അപ്പോൾ തൽക്കാലം നമ്മൾ ഒരു വല പോലെ ഇങ്ങനെ കെട്ടിക്കൊടുത്തതാണ്. നല്ലോണം ക്ഷീണിച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ തൊപ്പയൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ കുഴയുടെ ഒരു സീസണാണ് തോന്നുന്നത്. പെഡിഗ്രിയൊക്കെ വാങ്ങി കൊടുക്കുന്നുണ്ട്, പെട്ടെന്ന് ഉണ്ടാവും എന്ന് പറയുന്നുണ്ട്, എന്താ അറിയില്ല കേട്ടോ. കാണുമ്പോൾ ഭയങ്കര ഇടങ്ങേറായിരുന്നു. പക്ഷെ ഇപ്പോൾ തൊപ്പയൊക്കെ പോയതിന് ശേഷം പറ്റി ക്ഷീണിച്ചിരുന്നു. ഇപ്പോൾ ചെറുതായിട്ട് നന്നായി വരുന്നുണ്ട്. അപ്പോൾ 2 ദിവസമായിട്ട് ഇപ്പോൾ വിറകിൻ്റെയും മഞ്ഞളിൻ്റെയൊക്കെ പിന്നാലെയാണ് അല്ലേ. കാരണം വിറക് കൊണ്ടുവരുന്നതും അടുക്കണതും വിറക് ഉണ്ടാക്കണതും മഞ്ഞൾ പുഴുകണതൊക്കെ തന്നെയാണ് വീഡിയോ. ഞാനിപ്പോൾ ഒന്ന് കുറച്ച് മഞ്ഞൾ കീറണ വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ അതിൽ കാണിക്കേണ്ട, നാളെ എപ്പോഴേലും കാണിക്കാൻ വിചാരിച്ചു കേട്ടോ. അപ്പോൾ നമ്മളെ കിണറാണ് കാണുന്നത്. പുതിയ വലയൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പം കൊണ്ടുപോയപ്പോൾ അത് അവിടെ അങ്ങോട്ട് ചാടി. പിന്നെ അവിടുന്ന് 2 വട്ടം പെറുക്കി ഞാൻ അങ്ങോട്ട് മാറ്റി വെച്ചതാണ്. അപ്പോൾ അതിലിടയ്ക്ക് നമ്മളെ ക്യാമറാമാൻ പപ്പായൊക്കെ ഒന്ന് കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. 2 പപ്പായ ഉണ്ട്. ഈ ഒരു പപ്പായ മുറിച്ച് കളഞ്ഞതായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ അതിമന്ന് ചെറുതായിട്ടൊരു കമ്പ് വന്നിട്ടുള്ളൂ. അപ്പോൾ അതിമേ 2-3 ചെറിയ പപ്പായ ഉണ്ടായിട്ടുണ്ടേ. പപ്പായ മീൻസ് കറുത്ത എന്നാണ് കേട്ടോ ഞങ്ങൾ പറയൽ. അപ്പോൾ കുറച്ച് വിറക് അടുക്കളയ്ക്ക് വേണം. അപ്പോൾ അതും കൂടെ ഞാൻ അങ്ങോട്ട് വെട്ടി എടുത്ത് വെക്കുകയാണേ. അടുക്കളയ്ക്ക് വിറക് എടുത്തേക്കണ ഒരു കാര്യം പറയുമ്പോഴേ, സാധാരണ ഇവിടെ അമ്മ തന്നെയാണ് അടുക്കളയ്ക്ക് വിറക് കൊണ്ടുവന്ന് വെക്കൽ. ഞാൻ എപ്പോഴെങ്കിലും അപൂർവമായിട്ട് എടുത്ത് വെക്കലുള്ളേ. അമ്മ ഇല്ലെങ്കിലോ അല്ലാന്നുണ്ടെങ്കിൽ അപൂർവമായിട്ട് എടുത്തേക്കലുള്ളൂ. മിക്ക ദിവസം അമ്മ തന്നെയാണ് വിറക് എടുത്തേക്കൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ അമ്മ പ്രാവശ്യം വിറക് കൊണ്ടുവന്ന് പറഞ്ഞു, സന്ധ്യ ഇത് നമുക്ക് ഇവിടെ തന്നെ അടുക്കല്ലേ, അടുക്കള ഭാഗത്ത് അടുക്കി വയ്ക്കലേക്ക് അവിടെ നിന്ന് ഇങ്ങനെ കയറാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, അമ്മ ഞാൻ എന്നും എടുത്ത് കൊണ്ടുവന്നുകൊണ്ട് വിറക് നമുക്ക് അവിടെ തന്നെ എടുക്കുക. കാരണം ഈ അടുക്കള വശത്ത് മുറ്റത്ത് ഇങ്ങനെ വിറക് വരെ അത് അങ്ങനെ കുറേ ആകുമ്പോൾ എന്തോ ഒരു അസ്വസ്ഥതയാണ്. എന്താ പറയുക, എനിക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് പോലെ തോന്നും കേട്ടോ. നമുക്ക് എന്തോ ഒരു പ്രശ്നമാണ് ഇങ്ങനെ അടുക്കളേൻ്റെ തൊട്ടുമുറ്റത്ത് തന്നെ ഓരോ സാധനങ്ങൾ ഇങ്ങനെ വയ്ക്കുമ്പോൾ. അപ്പോൾ നമ്മളെ പിങ്കുവിൻ്റെ കൂട്ടും പിന്നെ അതുപോലെ തന്നെ കോഴിക്കോടൊക്കെ തന്നെ നിവർത്തിക്കേട്ടുകൊണ്ട് വേറെ സ്ഥലം ഇല്ലാത്തതുകൊണ്ട് വയ്ക്കുകയാണേ. അല്ലെങ്കിൽ പിന്നെ പുറകു വശത്തൊക്കെയുള്ള സ്ഥലം. അപ്പോൾ അടുക്കള വശമൊക്കെ എപ്പോഴും ഇങ്ങനെ ഒഴിഞ്ഞ് കിടക്കുന്നതാണ് എനിക്കിഷ്ടം. അപ്പോൾ അമ്മേനോട് ഞാൻ പറഞ്ഞു, വിറകൊന്നും ഞാൻ എടുത്ത് കൊണ്ടുവന്ന് വെച്ചുകൊണ്ട് നമുക്ക് അവിടെ തന്നെ എടുക്കാനായിട്ടാണ് അങ്ങനെ അവിടേക്ക് അടുക്കിയത്. അപ്പോൾ അമ്മ പറഞ്ഞു നമുക്ക് ചുള്ളി മാത്രം ഇവിടെ അടുക്കിയെന്ന് പറഞ്ഞു. അതിൽ പിന്നെ അമ്മ പറഞ്ഞു എന്നാൽ അവിടെ തന്നെ അടുക്കുക, അങ്ങനെ പറഞ്ഞിട്ട് പിന്നെ അങ്ങോട്ട് കൊണ്ടുവച്ചതാണ്. അപ്പോൾ കുറച്ച് ചാക്കൊക്കെ ഉണ്ട്, അതൊക്കെ ഞാൻ കെട്ടി റെഡിയാക്കുകയാണ്. പിന്നെ നമ്മൾ മഞ്ഞൾ പുഴുങ്ങിയിട്ടുള്ള കാലാണ്. അപ്പോൾ അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞതിന് ശേഷം കഴുകിയിട്ടില്ല കേട്ടോ. ഞാനിന്ന് നാളെ എപ്പോഴേലും കഴുകാൻ വിചാരിച്ചു. ചിലപ്പോൾ അമ്മ തന്നെ കഴുകി വെക്കട്ടെ. നാളെ പോസ്റ്റ് ഓഫീസിലൊക്കെ പോയി വരുമ്പോഴത്തേക്ക് അമ്മ കഴുകി വെച്ചിട്ടുണ്ടാവും. അല്ലെങ്കിൽ കുറച്ചായിട്ട് ആക്കാൻ പോലെ കഴുകണം. ഇനിയിപ്പോൾ ഇത് വീഡിയോ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ അല്ലേ. അപ്പോൾ കുറച്ച് ഒഴിവാക്കാനായ ചൂലൊക്കെ ഉണ്ട് അവിടെ. ഒഴിവാക്കാനായിട്ടില്ല, നമ്മൾ ആ കിണറിൻ്റെ വശത്ത് കൂടെ ഇങ്ങനെ അടിച്ചു വരാനുള്ള ചൂലാണ്. അപ്പോൾ ഞാനത് അവിടെ നിന്ന് എടുത്ത് മാറ്റി വയ്ക്കുകയാണ്. ചൂല് വലുതാകുമ്പോൾ അടിച്ചു തരാൻ നല്ല സുഖമായിട്ടാണ്. കാരണം ഈ മെറ്റലും കൂടെ ഇട്ടേം കൊണ്ട് കുഞ്ഞി ഇലയായിരിക്കും. നമ്മൾ കുനിഞ്ഞടിച്ചു തരിയിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഊരവേദനയൊക്കെ ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇങ്ങനെയുള്ള ചൂലാണെന്നുണ്ടെങ്കിൽ നല്ല സുഖമാണ് ഈ മെറ്റലടിച്ചു തരാനേ. ചൂലൊക്കെ പിന്നെ തീരുമ്പോഴത്തേക്ക് ഇങ്ങനെ ഉണ്ടാക്കും.
അമ്മ ഉള്ളതും കൊണ്ട് തന്നെ എനിക്ക് യാതൊരു വിഷയമല്ല കേട്ടോ ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ. ഞാനും കൂടെ ഒന്ന് ചെറുതായിട്ട് സപ്പോർട്ട് ചെയ്ത് കൊടുത്താൽ മതി. ഞാനും അമ്മയാകുമ്പോൾ ഒരു വിഷയം തന്നെ അല്ല. ചൂലുണ്ടാക്കാനും പിന്നെ അതുപോലെ തന്നെ ഓലക്കൊടി വെട്ടാനൊന്നും കേട്ടോ. വിറകാണല്ലോ അത് അമ്മ ഉണ്ടാക്കി കെട്ടിത്തെരക്കി ഇവിടെ കൊണ്ടുവന്നിട്ടാൽ മതി. കാരണം അമ്മയ്ക്ക് ഏറ്റി നടക്കാൻ വയ്യാത്തതും കൊണ്ടേ. അപ്പോൾ ഞങ്ങൾ വണ്ടിക്ക് കൊണ്ടുവരണമെന്നൊക്കെ പ്ലാൻ ഇട്ടായിരുന്നു. അപ്പോൾ അതിന് മാത്രമല്ല, മുന്നത്തെ വീഡിയോസിൽ ഞാൻ പറഞ്ഞിരുന്നു കേട്ടോ. അപ്പോൾ വിചാരിച്ചു എന്നാൽ ഏറ്റാന്ന്. കുറച്ച് നേരം കൂടെ ഉണ്ട്. അതിനിപ്പോൾ നാളെ മറ്റന്നാളൊക്കെ കുറച്ച് ദിവസം വന്നതിന് ശേഷമാണെങ്കിലും ഉച്ച കഴിഞ്ഞിട്ട് പോയി കൊണ്ടുവരാമല്ലോ. അപ്പോൾ മുറ്റൊക്കെ അടിച്ചേരി പണിയെടുക്കുന്നതിനിടയിൽ ഞാനവിടെ ഏട്ടനോട് വർത്താനവും പറയുന്നുണ്ട് കേട്ടോ. ഏട്ടനവിടെ വീഡിയോ എടുക്കുകയാണ്. പിന്നെ അമ്മയുണ്ട് അവിടെ. അപ്പോൾ ഞങ്ങൾ വർത്താനവും പറയുന്നുണ്ട്. അതിൻ്റെ ഇടയിലാണ് പണിയെടുക്കുന്നത്. അപ്പോൾ ഇന്ന് കല്യാണത്തിനൊക്കെ പോയി വന്നതിന് ശേഷം പിന്നെ ഒരുപാട് തണുത്ത വെള്ളം കുടിച്ചുകൊണ്ട് തന്നെ വർത്താനമൊക്കെ പറയാൻ എന്തോ ഒരു ബുദ്ധിമുട്ട് പോലെ കേട്ടോ. ശ്വാസം നിങ്ങളുടെ പോലെയൊക്കെ തോന്നുക നല്ലോണം വെള്ളം കുടിച്ചിട്ടേ. അപ്പോൾ എന്തോ ഒരു അസ്വസ്ഥത പോലെ വർത്താനം പറയുമ്പോൾ നല്ലോണം വെള്ളം കുടിച്ച് എന്താ വെയിലും ചൂടൂലേ. പ്രത്യേകിച്ച് ബസ്സിലൊക്കെ ഇങ്ങോട്ട് പോയി വന്നിട്ടേ ഭയങ്കര വെയിലും പിന്നെ അതേപോലെ തന്നെ ചൂടൊക്കെ ആയിട്ട് ഭയങ്കര ക്ഷീണം. അപ്പോൾ ഒരുപാട് വെള്ളം കുടിച്ചു. അപ്പോൾ വർത്താനം പറയാൻ എന്തോ ഒരു പോലെ. അപ്പോൾ നമ്മൾ ആ അടുപ്പ് പൊളിച്ച് മാറ്റിയിട്ടില്ല കേട്ടോ. മഞ്ഞൾ പുഴുങ്ങാൻ വേണ്ടിയിട്ട് അവിടെ ഒരു അടുപ്പ് സെറ്റാക്കിയതാണ്. വെറുതെ കട്ട വെച്ച് കൊടുത്തിട്ടുള്ളൂ കേട്ടോ. സെറ്റാക്കിയെന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ അത് അവിടെ തന്നെ വെച്ചിട്ടുണ്ട്. ഇനി എന്തെങ്കിലും ഒരു കുക്കിംഗ് ഒക്കെ വേണമെങ്കിൽ നമുക്ക് പുറത്തുനിന്ന് വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞിട്ട് അതേപോലെ അവിടെ തന്നെ പൊളിച്ച് മാറ്റാതെ വെച്ചിട്ടുണ്ട്. അപ്പം മുറ്റൊക്കെ അടിച്ച് വൃത്തിയാക്കിയതിന് ശേഷം ഇനി വേറെയും കുറച്ച് ചില്ലറ പണികളൊക്കെ ഉണ്ട് കേട്ടോ. കാരണം ഇന്ന് രാവിലെ തുണി അലക്കി വെച്ചു വാഷിംഗ് മെഷീനിൽ വിരിച്ചിടാൻ കൂടിയിട്ടില്ല. അപ്പോൾ എനിക്ക് സാധാരണ വാഷിംഗ് മെഷീനിൽ തുണി അലക്കിയിട്ടുണ്ടെങ്കിലും ഒന്നും കൂടെ വെള്ളത്തിൽ പിഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ഞാൻ സാധാരണ തുണി വിരിച്ചിട്ടിൽ. വാഷിംഗ് മെഷീനിൽ അലക്കി അതേപോലെ ഉണങ്ങിയൊക്കെ വരും. പക്ഷെ എന്നാലും എനിക്കൊരു ഇത് കിട്ടണമെന്നുണ്ടെങ്കിൽ പിന്നെ ഒന്നും കൂടെ അത് ഒലുമ്പണം കേട്ടോ. അപ്പോൾ ഒലുമ്പിയാലും ഒന്നും ഉണ്ടാവില്ല കേട്ടോ. ചളിയോ അങ്ങനെയുള്ള കാര്യങ്ങളോ സോപ്പിൻ്റെ ഇതൊന്നും ഉണ്ടാവില്ല. പക്ഷെ എന്നാലും വാഷിംഗ് മെഷീനിൽ ഇട്ട് കഴിഞ്ഞാൽ അതിങ്ങനെ ചുരുണ്ടിരിക്കണ പോലെയാണ്. അപ്പോൾ നല്ലോണം ഒന്ന് പിഴിഞ്ഞ് നമ്മൾ കുടഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ചുരുളിമയൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ വാഷിംഗ് മെഷീനിൽ തുണി ഇട്ടാലും പിന്നെ ഒരു പണിയും കൂടെ ഞാൻ അതിമെടുക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി തുണി ഒന്ന് വിരിച്ചിടാനൊക്കെ ഉണ്ട്. അപ്പോൾ അടിച്ചുട്ടിട്ട് അത് കത്തിക്കുകയാണ്. അപ്പോൾ അതിൽ ഏറും ചിരട്ടപ്പോട്ടാണ്. അപ്പോൾ അതുകൊണ്ട് അത് കത്താൻ കുറച്ച് പണി. അപ്പോൾ കത്തിക്കണേലൊരു അവിലും കൂടെ ഉണ്ടായിരുന്നിട്ട്. അപ്പോൾ അതെടുത്തിട്ട് ഞാൻ പ്ലാസ്റ്റിക് കവറൊക്കെ മാറ്റി വെക്കുന്നുണ്ട് ഇവിടെ. ഇതിലേക്ക് സാധാരണ ഹരിതകർമ്മസേനയിൽ നിന്ന് ചേച്ചിമാർ വരും കവറൊക്കെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. പ്ലാസ്റ്റിക് ഒന്നും ഇവിടെ കത്തിക്കലില്ല കേട്ടോ. അങ്ങനെയുള്ള ഇലയും കാര്യങ്ങളൊക്കെ കത്തിക്കലുള്ളൂ. അപ്പോൾ ഞാൻ ആ അവിലിൻ്റെ കൂട് മാറ്റിയിട്ട് പ്ലാസ്റ്റിക് കവറൊക്കെ ഇട്ട് വെച്ചതാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ ഇന്നത്തെ വീഡിയോ ഏകദേശമൊക്കെ തീരുമാനമാവാനായിട്ടുണ്ട്. അപ്പോൾ ഈ ചിരട്ടപ്പൊട്ട് കത്തണില്ല. അപ്പോൾ ഞാനെന്ത് ചെയ്തു, കുറച്ച് വെള്ളം തളിച്ചതിന് ശേഷം അത് നമുക്ക് കോരി അങ്ങോട്ട് മാറ്റാൻ വിചാരിച്ചു. അടിച്ചു വരാൻ ഞാൻ നോക്കി, പക്ഷെ അത് അടിച്ചു വരാൻ കഴിയണില്ല. അപ്പോൾ ഞാൻ കൈക്കോട്ട് എടുത്തിട്ട് അതങ്ങനെ കോരി മാറ്റി അങ്ങോട്ട് ഇട്ട് കൊടുത്തതാണ്. അതിന് ശേഷം പിന്നെ അടിച്ചു വരിയപ്പോൾ നല്ല വൃത്തിയുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളെ ഇന്നത്തെ വീഡിയോ. ഒരുപാടില്ല പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഒരു കണ്ടൻറ്റും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ഞാൻ ഈ അടുക്കള വശം മുറ്റൊക്കെ ഒന്ന് വൃത്തിയാക്കിയപ്പോൾ അതൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്തായാലും വീഡിയോ എല്ലാവരും കണ്ടിട്ട് വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ അതേപോലെ തന്നെ വീഡിയോ കാണുമ്പോഴേ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ മിസ്റ്റേക്ക് ഉണ്ടാവും കേട്ടോ. ഇല്ല എന്നൊന്നും പറയണില്ല. കാരണം എല്ലാം തികഞ്ഞതായിട്ട് ആരുമില്ലല്ലോ ഈ ലോകത്തിൽ. അപ്പോൾ എന്തായാലും എന്തെങ്കിലും മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ വീഡിയോ സംബന്ധിച്ചിട്ടുള്ള എന്തെങ്കിലും മിസ്റ്റേക്കൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് കമൻറ്റ് എഴുതണം കേട്ടോ. എന്നാൽ പിന്നെ തിരുത്താമല്ലോ. അപ്പോൾ അടിപൊളി ഒരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.